ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലോകകപ്പിൽ നിന്ന് രണ്ട് വമ്പൻ ടീമുകൾ പുറത്തായിരിക്കുന്നു. ജർമ്മനിയും നെതർലാൻഡും. റൗണ്ട് ഓഫ് 32-ൽ നടന്ന ആവേശകരമായ മത്സരങ്ങൾക്ക് ശേഷമാണ് ഇരു ടീമുകളും ടൂർണമെന്റിൽ നിന്ന് പുറത്തായത്. പാരാഗ്വേക്കെതിരായ മത്സരത്തിൽ പെനാൾട്ടി ഷൂട്ടൌട്ടിലാണ് ജർമ്മനി പരാജയപ്പെട്ടത്. നിശ്ചിത സമയത്തും അധിക സമയത്തും 1-1 എന്ന നിലയിൽ സമനിലയായ മത്സരത്തിൽ ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിനാണ് പാരാഗ്വെ ജർമ്മനിയെ അട്ടിമറിച്ചത്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ജർമ്മനി ഒരു പെനാൾട്ടി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുന്നത്. എന്നാൽ നെതർലാൻഡ് മൊറോക്കോക്കെതിരായ മത്സരത്തിൽ കോഡി ഗാക്പോയിലൂടെ ലീഡ് നേടിയെങ്കിലും അവസാന നിമിഷം ഗോൾ വഴങ്ങി മത്സരം സമനിലയിലായി. തുടർന്ന് നടന്ന ഷൂട്ടൌട്ടിൽ 3-2 എന്ന സ്കോറിന് മൊറോക്കോ വിജയിച്ചു. വലിയ പ്രതീക്ഷകളോടെ വന്ന ഡച്ച് പടയെ മൊറോക്കോയുടെ കരുത്തുറ്റ പ്രതിരോധം വീഴ്ത്തുകയായിരുന്നു. ജർമ്മനിയുടെ കാര്യമെടുത്താൽ ഗോൾ അവസരങ്ങൾ പലതും സൃഷ്ടിച്ചെങ്കിലും അത് വലയിലെത്തിക്കാനുള്ള ഉറപ്പുള്ള ഒരു സ്ട്രൈക്കറുടെ അഭാവം ടീമിനെ കാര്യമായി തന്നെ ബാധിച്ചു. മാത്രമല്ല, എതിരാളിയുടെ പ്രതിരോധ കോട്ട തകർക്കാൻ ആവശ്യമായ ക്രിയേറ്റിവിറ്റി മധ്യനിരയിൽ നിന്ന് ഉണ്ടായില്ല എന്നതും ഒരു പോരായ്മയായിരുന്നു. പാരാഗ്വയെ പോലെയുള്ള ടീമുകൾ കൗണ്ടർ അറ്റാക്കുകൾ വളരെ വേഗതയുള്ളവരാണ്. ജർമ്മനിയുടെ ഉയർന്ന ഡിഫൻസീവ് ലൈൻ പലപ്പോഴും എതിരാളികൾക്ക് തുറന്ന അവസരങ്ങൾ നൽകി. മധ്യനിരയിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് മാറുന്ന സമയത്തുണ്ടാവുന്ന പിഴവുകൾ എതിരാളികൾ കൃത്യമായി മുതലെടുത്തു. മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിട്ടും ഫലം കാണാത്തത് അവരുടെ സമ്മർദ്ദവും കൂട്ടി. ജർമ്മനി എക്കാലവും പെനാൽറ്റിയിൽ അജയ്യരായിരുന്നു. എന്നാൽ ഇത്തവണ കളിക്കാർക്കിടയിൽ വലിയൊരു മാനസിക സമ്മർദ്ദം പ്രകടമായിരുന്നു. പാരാഗ്വയുടെ ഗോൾ കീപ്പർക്ക് മുന്നിൽ ജർമ്മൻ താരങ്ങളുടെ ഷോട്ടുകൾക്ക് കൃത്യതയില്ലാതെയും പോയി. നെതർലാൻഡ് ടൂർണമെന്റിലുടനീളം വളരെ ആവേശകരമായ ഫുട്ബോൾ കാഴ്ചവെച്ച ടീമായിരുന്നു. എന്നാൽ നിർണായകമായ റൗണ്ട് ഓഫ് 32-ൽ അവർ വീണു. മൊറോക്കോയുടെ ലോ ബ്ലോക്ക് ഡിഫൻസ് തകർക്കാൻ നെതർലാൻഡ്സിന് സാധിച്ചില്ല. വളരെ അച്ചടക്കത്തോടെയുള്ള അവരുടെ പ്രതിരോധം ഡച്ച് താരങ്ങളെ ബോക്സിന് പുറത്തേക്ക് മാറ്റി നിർത്തി. ലോങ് റേഞ്ച് ഷോട്ടുകൾക്ക് മാത്രമേ പിന്നീട് അവസരമുണ്ടായിരുന്നുള്ളൂ. ഇത് നെതർലാൻഡ്സിന്റെ സ്വാഭാവികമായ അറ്റാക്കിംഗ് ഫുട്ബോളിനെ തടസ്സപ്പെടുത്തി. ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഒരു തരം അമിത ആത്മവിശ്വാസം ടീമിൽ നിഴലിച്ചിരുന്നു. ഗോൾ അടിച്ചതിനു ശേഷം പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം വീണ്ടും ഗോൾ നേടാൻ അവർ ശ്രമിച്ചു. ഈ സമയത്താണ് മൊറോക്കോ കൗണ്ടർ അറ്റാക്കിലൂടെ തിരിച്ചടിച്ചത്. കോഡി ഗാക്പോ ഫോമിലായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ എതിരാളികൾക്ക് ഗാക്പോയെ പൂട്ടിയാൽ നെതർലാൻഡ്സിന്റെ ആക്രമണം നിലക്കുമെന്നത് കൃത്യമായി അറിയാമായിരുന്നു. മറ്റ് അറ്റാക്കിംഗ് താരങ്ങൾ ഗാക്പോക്ക് മികച്ച പിന്തുണ നൽകുന്നതിലും പരാജയപ്പെട്ടു. ഇത് ടീമിന്റെ ആക്രമണം ഏകപക്ഷീയമാക്കി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മൊറോക്കോയുടെ ഗോൾ കീപ്പർ നടത്തിയ മാസ്മരിക പ്രകടനം എടുത്തു പറയേണ്ടതാണ്. തുടർച്ചയായ പിഴവുകൾ നെതർലാൻഡ്സ് താരങ്ങളുടെ മനോവീര്യം തകർത്തു. വലിയ ടൂർണമെന്റുകളിൽ അവസാന നിമിഷം മാനസികമായി തളരുന്നത് നെതർലാൻഡ്സിന്റെ ഒരു നിത്യശാപമാണ്. അത് ഇത്തവണയും അവർ ആവർത്തിച്ചു. ഇരു ടീമുകളും പുറത്തായതോടെ ഫുട്ബോളിൽ വമ്പൻ ടീമുകൾ എന്ന സങ്കല്പം പോലും മാറുകയാണ്. ബ്രസീൽ കഷ്ടപ്പെട്ടാണ് ജപ്പാനെ തോൽപ്പിച്ച് മുന്നേറിയത്. അർജന്റീനയും ഫ്രാൻസും പോലെയുള്ള ടീമുകൾക്ക് ഇനി ഓരോ മത്സരവും കടുപ്പമേറിയതായിരിക്കും. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ലോകകപ്പായി 2026 ഇതിനോടകം മാറിക്കഴിഞ്ഞു. ഈ അട്ടിമറികൾക്ക് ശേഷം ഇനി ആര് കപ്പടിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ. വരും മത്സരങ്ങളിൽ ഫ്രാൻസിന് സ്വീഡനും, അർജന്റീനയ്ക്ക് കേപ്പ് വെർഡെയും, ഇംഗ്ലണ്ടിന് കോങ്കോ, പോർച്ചുഗലിന് ക്രൊയേഷ്യ, സ്പെയിനിന് ഓസ്ട്രിയ എന്നിങ്ങനെയാണ് മത്സരങ്ങൾ വരുന്നത്. കാത്തിരുന്ന് കാണാം ആരൊക്കെ വീഴും, ആരൊക്കെ വാഴുമെന്ന്.